സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. അത്യപൂർവമായ അർബുദ രോഗത്തോട് പൊരുതുമ്പോഴും ഷൊർണൂർ സ്വദേശിയായ നിജിൽ നാടൻ പാട്ടിനെ കൈവിട്ടില്ല. ആശുപത്രി കിടക്കയിൽ കിടന്നും വരികൾ എഴുതി ഈണം പകർന്ന് ഡോക്ടർമാരെ ചൊല്ലിക്കേൾപ്പിച്ചു. ആത്മവിശ്വാസം കൈവിടാതെ രോഗത്തോട് പൊരുതിയ ഈ 20-കാരൻ നാടൻ പാട്ടുവേദികളിൽ വീണ്ടും സജീവമാവുകയാണ്. നാടൻ പാട്ടിനെ ജീവതാളമാക്കി കൊണ്ടു നടക്കുമ്പോഴാണ് 17-ാം വയസ്സിൽ നിജിലിനെ ബീസൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന അത്യപൂർവ അർബുദ രോഗം പിടികൂടുന്നത്. അർബുദ രോഗമാണെന്ന് അറിഞ്ഞിട്ടും ആത്മവിശ്വാസം മുറുകെ പിടിച്ചു പൊരുതാൻ തീരുമാനിച്ച നിജിൽ അപ്പോഴും നാടൻ പാട്ടിനെ ജീവശ്വാസമായി കൊണ്ടു നടന്നു. 8 മാസക്കാലം RCCയിലും പിന്നീട് മലബാർ ക്യാൻസർ സെന്ററിലുമായിരുന്നു ചികിത്സ. തന്റെ വേദനകൾ മറക്കാൻ ആശുപത്രി കിടക്കയിൽ കിടന്നും നിജിൽ വരികൾ എഴുതി ഈണം പകർന്ന ഡോക്ടർമാരെയും ജീവനക്കാരെയും ചൊല്ലിക്കേൾപ്പിച്ചു. കൂട്ടിരിപ്പുകാരായ അമ്മയ്ക്കും അച്ഛനും ധൈര്യം പകർന്നു. 50 ലക്ഷം രൂപയോളം ചിലവ് വന്ന കാർട്ടിസെൽ തെറാപ്പി ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ഷൊർണൂരിലെ കൂട്ട് കലാവേദി നാടൻപാട്ട് സംഘത്തിന്റെ വേദികളിൽ മുന്നണി ഗായകനായി സജീവമാവുകയാണ് നിജിൽ. ചികിത്സയ്ക്കായുള്ള പണം മുഴുവൻ സമാഹരിച്ചത് DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയായിരുന്നു. തന്നെ ചേർത്തുപിടിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് നിജിൽ പറയുമ്പോൾ രോഗത്തോട് പൊരുതുന്ന മനുഷ്യരോട് അവന് പറയാനുള്ളത് ഇങ്ങനെയാണ്. 17-ാമത്തെ വയസ്സിലാണ് എനിക്ക് അസുഖം വന്നത്. പിന്നെ 3 വർഷത്തെ കാലം അതിൻ്റെ പുറകെയായിരുന്നു. പക്ഷേ ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോഴും നാടൻ പാട്ടിൽ നിന്ന് ഞാൻ ഒരു ഒഴിവ് ഞാൻ ഉണ്ടായിട്ടില്ല. പ്രോഗ്രാമെല്ലാം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നാടൻ പാട്ടാണ് എനിക്ക് എൻ്റെ ഒരു ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖല എന്ന് പറയുന്നത് നാടൻ പാട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാടധികം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് കാർട്ടിസെൽ തെറാപ്പി എന്ന് പറയുന്നൊരു ചികിത്സയാണ് കഴിഞ്ഞത്. അപ്പോൾ കണ്ണൂർ തലശ്ശേരി മലബാറിലാണ് എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ചന്ദൻ സാറായിരുന്നു എൻ്റെ ഡോക്ടർ. അപ്പോൾ സാറിനും എല്ലാവർക്കും ഒരുപാടധികം നന്ദി. ഞാൻ വലിയൊരു തുക 50 ലക്ഷത്തോളം രൂപ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ DYFI ആണ് മുന്നിൽ നിന്ന്. അതെല്ലാം DYFIയും അതിൽ പ്രവർത്തകരാണ് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാടധികം സഹകരിച്ചതും. അപ്പോൾ എല്ലാവർക്കും ഒരുപാടധികം നന്ദി ഞാൻ പറയുന്നു. ഇപ്പോൾ ഈ അസുഖം വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അസുഖം ഇത് തരണം ചെയ്ത് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഒരു വലിയ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബേസായിട്ട് ഒരുപാട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് എല്ലാവരും മുന്നോട്ട് സന്തോഷമായിട്ട് വരണം. ഞാൻ അപ്പോഴും ഹാപ്പിയാണ്, ഇപ്പോഴും ഹാപ്പിയാണ്. 5 വയസ്സ് മുതൽ പാടി തുടങ്ങിയ നിജിലിന്റെ 5 ആൽബങ്ങളും ഇതിനോടകം പുറത്തിറങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ.